അസ്സലാമലൈക്കും. ഇതെൻ്റെ ഉപ്പയാണ്. ഉപ്പാക്ക് ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട് അത്താഴം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൻജിയോഗ്രാം ഒക്കെ കഴിഞ്ഞതായിരുന്നു. അതിനുശേഷം അവിടുന്ന് ബാക്കി ബ്ലോക്ക് കളയാൻ പറ്റാത്ത കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഉപ്പാക്ക് ഓപ്പറേഷന് പൈസ ഇല്ലാത്ത കാരണമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. ഞാൻ പണിക്ക് പോയിട്ടാണ് ഉപ്പാൻ്റെ മാസാമാസമുള്ള മരുന്നും കാര്യങ്ങളും ഉമ്മയുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണത്. ഇവരെ ഓപ്പറേഷനുള്ള പൈസ കൊടുക്കാനുള്ളതൊന്നും ഞങ്ങളുടെ കയ്യിലുമില്ല, സഹായിക്കാൻ ആരുമില്ല. എനിക്ക് എൻ്റെ ഉപ്പയല്ലാണ്ട് ആരുമില്ല. ഉപ്പാക്കായാലും ഇപ്പം പണിക്കൊന്നും പോകാൻ പറ്റില്ല. വീട്ടിലായാലും നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വീട് ഇടിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കണത്. മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാനൊന്നും പറ്റില്ല. പഠിച്ച തമ്പുരാനെ വിചാരിച്ച് വീഡിയോയിൽ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അസ്സലാമലൈക്കും. ഇതെൻ്റെ ഇക്കയാണ്. ഇക്കാക്ക് ബ്ലോക്കാണ്. ഇക്കാക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാറായ ഒരു മോളാണ്. ആ മോള് ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോണത്. എൻ്റെ മുന്നിലൊരു മാർഗ്ഗവുമില്ല, ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് വന്നത്. വീടാണെങ്കിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം വീട്ടിൽ കിടക്കാൻ തന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാടക വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇയാൾക്ക് സർജറിക്ക് ഒരു ഗതിയില്ല. ഞങ്ങൾ ഗതി ഇല്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോയുടെ മുന്നിൽ വന്നത്. മരുന്ന് മേടിക്കാനാണെങ്കിൽ ഒരുപാട് പൈസ ആവുന്നുണ്ട്, ഒരു മാർഗ്ഗവുമില്ല. വാടകയ്ക്ക് പോയാലും വാടക കൊടുക്കാനും ഞങ്ങൾക്കൊരു മാർഗ്ഗമല്ല. ഈ മോളെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്. ഞങ്ങൾക്കൊരു ഗതിയില്ല. പടച്ചോനെ വിചാരിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഒരു ഗതിയില്ലാത്തത് കൊണ്ടാണ്. അള്ളാനെ വിചാരിച്ച് നിങ്ങൾ സഹായിക്കണം. പിന്നെ എനിക്ക് ഈ കുട്ടീനെയും കൂടി ഇറക്കി കൊടുക്കാനുണ്ട്. മൂത്ത കുട്ടീനെ തന്നെ ഇറക്കി കൊടുത്ത് എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ്. അള്ളാനെ വിചാരിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് സർജറി പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപയുടെ മുകളിലാവും. ഒരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാനെ ഓർത്ത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ താമസിക്കുന്ന മുജീബ് ഖാന്റെ ഒരു വിഷയമായിട്ടാണ് ഇവിടൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. മുജീബ് ഖാക്ക് ഹാർട്ട് പ്രോബ്ലം ആണ്. ഇപ്പോൾ 2ഓളം ബ്ലോക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇവര് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇനിയിപ്പോൾ ഒരു സർജറിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ സർജറിക്ക് മാത്രം ഏകദേശം 70,000 രൂപയാണ് ആ സർജറിക്ക് മാത്രം എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. മുജീബ് ഖാക്ക് ഭാര്യയും 2 പെൺമക്കളാണ്. മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. ഇത് 2ാമത്തെ മോളാണ്. ഈ മോളിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന തുച്ഛമായൊരു സാലറിയിൽ നിന്നാണ് ഉപ്പാന്റെ ചികിത്സയും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഉമ്മാക്കും ഹെർണിയയുടെ പ്രോബ്ലം ഉണ്ട്. അവർക്കും സർജറി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കണ വീടെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേക്കാണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിലാണ് ഈ പാവങ്ങൾ കഴിയുന്നത്. ഇവിടെ എൻ്റെ കൂടെ ഇവരുടെ മഹല് കമ്മിറ്റിയുടെ സെക്രട്ടറി